തുടർച്ചയായി കോൺഗ്രസ് പാർട്ടിയെ കടന്നാക്രമിക്കുന്നതിൽ നിന്ന് ഒട്ടും പിന്നിലല്ല എം.വി. ഗോവിന്ദനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് പതിവിലും വിപരീതമായി കോൺഗ്രസ് അവരുടെ വർഗീയ സ്വഭാവമുള്ള ചില സംഘടനകളുമായി ചങ്ങാത്തത്തിലേർപ്പെടുന്നു. പ്രത്യേകിച്ച് SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ തീവ്ര വർഗീയ സ്വഭാവമുള്ള സംഘടനകളുമായി തോളത്ത് കൈയിട്ടുകൊണ്ട് പോകുന്നു. ഇത് ശരിയല്ലാത്ത രീതിയാണ്. മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെടുന്നു. കോൺഗ്രസിൻ്റെ മതേതര സ്വഭാവം നഷ്ടമാകുന്നു. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ എം.വി. ഗോവിന്ദൻ മാസ്റ്ററും ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നു. UDF-ന്റെ സഖ്യകക്ഷിയായി SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും മാറിക്കഴിഞ്ഞുവെന്നാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. മുമ്പ് SDPI രഹസ്യമായിട്ടാണ് ഇവരെ പിന്തുണച്ചിരുന്നത്, കോൺഗ്രസ് പാർട്ടിയെ UDF-നെ പിന്തുണച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ പിന്തുണ പരസ്യപ്പെടുത്തി. പരസ്യമായാണ് ചങ്ങാത്തം. ഈ ചങ്ങാത്തം ലീഗിനെയും കോൺഗ്രസിനെയും ഒരുപോലെ ബാധിക്കുമെന്നാണ് CPM-ന്റെ കണ്ടെത്തൽ. പക്ഷേ ഈ CPM-ന്റെ കണ്ടെത്തലിനെതിരെയാണ് കുഞ്ഞാലിക്കുട്ടിയും ഷാജിയുമൊക്കെ രംഗത്ത് വന്നത്. ഷാജി പറഞ്ഞത് എന്താണ്? ലീഗിനെ നന്നാക്കുന്നത് നിൽക്കട്ടെ, ആദ്യം നിങ്ങൾ പോയി നന്നാവും. നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് തടയൂ. നിങ്ങളിൽ നിന്ന് ആളുകൾ പിരിഞ്ഞ് RSS-ലേക്കും BJP-യിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ തടയൂ. അതിനുശേഷം ഞങ്ങളെ നന്നാക്കാൻ വരൂ എന്നാണ് KM ഷാജി വെല്ലുവിളിച്ചത്. അത് ഒരു വശത്ത് നിൽക്കുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതായത് CPM ഇങ്ങനെ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ, ലീഗിനെ വിമർശിക്കുമ്പോൾ, ലീഗുകാരും കോൺഗ്രസ്സുകാരും CPM-നെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ എന്ന് പറയുന്നുണ്ട്. വർഗീയ പാർട്ടികളുമായി, അത് പ്രത്യേകിച്ച് ഇങ്ങനെ തീവ്ര വർഗീയ ബോധമുള്ള ആളുകളുമായി കോൺഗ്രസ് ചങ്ങാത്തം കൂടുന്നത് CPM-ന് ഇഷ്ടമല്ല. പക്ഷേ മറുവശമുണ്ട്. CPM ഇവരുടെയൊക്കെ ചങ്ങാത്തം വേണമായിരുന്നു. ഒരു സമയത്ത് SDPI-യുടെ വോട്ട് CPM വാങ്ങിയിട്ടുണ്ട്. അത് വാസ്തവമാണ്. പക്ഷേ ഇപ്പോഴവരിൽ നിന്ന് അകന്നു. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ ന്യൂനപക്ഷത്തെ തള്ളിപ്പറഞ്ഞ് ഭൂരിപക്ഷ വർഗീയതയെ CPM കൂടെ കൂട്ടിയിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള വിമർശനം. ആ വിമർശനങ്ങൾ മറികടന്നുകൊണ്ടാണ് മുഖ്യമന്ത്രിയും എം.വി. ഗോവിന്ദൻ മാസ്റ്ററുമൊക്കെ കോൺഗ്രസിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വർഗീയ കൂട്ടുകെട്ട് എടുത്തു പറഞ്ഞുകൊണ്ട്.